ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യം ഒന്ന് ലൈറ്റ് റൂം, രണ്ട് സ്നാപ്സീഡ്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻസിന് പകരം ഇപ്പോൾ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായി സാധനം കളിക്കുന്നു, പക്ഷേ ഇതിപ്പോഴും കൂടുതൽ പേർക്കും അറിയില്ല ഇതിനെ പറ്റിയിട്ട്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറിന് അല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ക്യാപ്കട്ടൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, ആൻഡ്രോയിഡ് യൂസേഴ്സ് ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ iOS യൂസേഴ്സ് മറ്റേ ആപ്പ് സ്റ്റോറിൻ്റെ ഒരു ഇതൊക്കെ മാറ്റിയിട്ടാണ്. എന്താ സംഭവം ഞാൻ വീഡിയോയിൽ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാപ്കട്ട് നമ്മളെ ആപ്പ് സ്റ്റോറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്നുള്ളതൊക്കെ നമ്മൾ ചേഞ്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സെയിം ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ക്യാപ്കട്ടിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ചില ക്യാപ്കട്ടിൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാണ്ട് ഒരു പച്ച കളറായിട്ട് ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു ആപ്പിൻ്റെ ഫോട്ടോ വരുന്നത്. അപ്പോൾ അത് ചില ക്യാപ്കട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫോട്ടോ. അപ്പോൾ ചിലർക്ക് അതെന്താ സംഭവം എന്ന് അറിയുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ക്യാപ്കട്ടിൻ്റെ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണത്. ക്യാപ്കട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, ഫോട്ടോസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം, അങ്ങനെയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാപ്കട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ ലൈറ്റ് റൂമിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്, ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രമേ. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിത് അവിടെ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് ഈ ഒരു ഹൈപ്പിക്ക് എന്നുള്ള ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരുപാട് AI എഡിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പേ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക. കാരണം നമ്മൾ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസിൻ്റെ ട്യൂട്ടോറിയൽസ് അതുപോലെ ഫോട്ടോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാനും അതുപോലെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പുതിയൊരു ആപ്ലിക്കേഷനാണ് ഹൈപ്പിക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു കാണുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരുന്നത്. ഈ ഒരു കാണുന്നതാണ് ആ ഒരു ഹൈപ്പിക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പിക്ക് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇനി iOS യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളെ ആപ്പ് സ്റ്റോറിൽ ഹൈപ്പിക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല. ഈ ഒരു ഹൈപ്പിക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്കട്ട് ആപ്പ് സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം, അതേ മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ഹൈപ്പിക്കും ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ജസ്റ്റ് നമ്മളൊരു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം യൂട്യൂബാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് പറയാതെ. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടാൽ മതി, നിങ്ങൾക്ക് PM ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈപ്പിക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഹൈപ്പിക്ക് ആപ്ലിക്കേഷൻ സാധാരണ നമ്മുടെ ക്യാപ്കട്ട് വഴി നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഹൈപ്പിക്കിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ മീൻസ് അതിന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ക്യാപ്കട്ടും ഹൈപ്പിക്കും തമ്മിൽ ചെറിയ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ആണിത്. ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അടിയത്തെ ടൂൾസിൻ്റെ കാര്യം സെക്ഷനിൽ കാണാം. നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ഹോൺ ഹൈപ്പിക്ക് എന്നുള്ള ഓപ്ഷൻ കണ്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതൊരു ഹൈപ്പിക്കിൻ്റെ ആപ്ലിക്കേഷനിലേക്കാണ് പോവുക. അപ്പോൾ ഇങ്ങനെ പോകണമെന്നില്ല, ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഹൈപ്പിക്ക് ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ നമുക്ക് ഹൈപ്പിക്കിലേക്കും നേരെ പോവും. ഓക്കെ, അപ്പോൾ ഒരു ഹൈപ്പിക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് അവിടെ കാണിക്കുക. അപ്പോൾ ഇതിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എന്താ സംഭവം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇത് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ മേലത്തെ ഓപ്ഷൻസ് നമുക്ക് ആദ്യം തുടങ്ങാം. ഫസ്റ്റത്തെ കൊളാഷ്, ബാച്ച് എഡിറ്റ്, മാജിക് ഇറേസർ, എൻഹാൻസ്, AI എക്സ്പാൻഡ്, ബിസിനസ്. ഇതാണ് ഫസ്റ്റത്തെ കുറച്ച് മുകൾ ഭാഗത്തുള്ള കുറച്ച് ഓപ്ഷൻസ്. കൊളാഷ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് 2-3 ഫോട്ടോസ് ഒറ്റതാക്കിയിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോട്ടോസ് ജസ്റ്റ് നിങ്ങൾക്ക് കൊളാഷ് രൂപത്തിൽ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉള്ള ഒരു ടൂളാണത്. അപ്പോൾ ഇതിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു അടിയിൽ അതിൻ്റെ
ലേ ഔട്ടിൻ്റെ ഓരോ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഓപ്ഷൻസുകളാണ് ഇത്. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് അഡ്ജസ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഇതാ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. കർവ് ഉണ്ട്, ടെക്സ്ചർ, HSL, അങ്ങനെ നമ്മുടെ ക്യാപ്കട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതവിടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ടെംപ്ലേറ്റ് രൂപത്തിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോർമലാക്കിയിട്ട് എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. പിന്നെ അതവിടെ ഒരുപാട് ഫോൺസ് ഉണ്ട്. ഈ ഒരു ഫോൺസൊക്കെ നിങ്ങൾ ക്യാപ്കട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്യാപ്കട്ടിലുള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് ഇതിലുണ്ട്. ക്യാപ്കട്ടിലുള്ള ഒരുപാട് ടെക്സ്റ്റിൻ്റെ ഫോൺസ് ഇതിലുണ്ട്. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാപ്കട്ടിൻ്റെ ഒരു ഭാഗം തന്നെ വേണമെന്ന് നമുക്ക് ഇതിൽ പറയാം. കാരണം ക്യാപ്കട്ടിൻ്റെ ഒരു ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഒരു ആപ്പാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൊളാഷ് രൂപത്തിൽ സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ആ ഒരു ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കൊളാഷ് എന്നുള്ളത്. പിന്നെ അടുത്തത് ബാച്ച് എഡിറ്റാണ്. ഈ ഒരു ബാച്ച് എഡിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു സമയം തന്നെ ഒന്നിൽ കൂടുതൽ ഇമേജസ് നിങ്ങൾക്ക് ഒരു സമയത്തിൽ വെച്ചിട്ട് തന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ബാച്ച് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ ഈ ബാച്ച് എഡിറ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു 2 ഫോട്ടോ ഒപ്പം എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ഇതിലൊരു ഫിൽറ്റർ കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഞാൻ ഈ ഒരു ഫിൽറ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഒറ്റ ടൈമിൽ തന്നെ 2 ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആ ഒരു ബാച്ച് എഡിറ്റ് ചെയ്യുന്നത്. നമുക്കിത് ഒറ്റയടിക്ക് മേലത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഫോട്ടോയും നേരെ ഗാലറിക്ക് സേവ് ആവും. അപ്പോൾ നമുക്കൊരു ഒറ്റ ടൈമിൽ 2-3 ഒന്നിൽ കൂടുതൽ ഇമേജസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ആ ബാച്ച് എഡിറ്റ് എന്നുള്ളത്. പിന്നെ ഉള്ളത് മാജിക് ഇറേസറാണ്. അപ്പോൾ ഈ ഒരു മാജിക് ഇറേസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു മാജിക് ഇറേസർ എന്നുള്ള ഈ ഒരു ടൂള്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഐഫോണിൽ തന്നെ ഇപ്പോൾ പുതിയ മോഡൽ ഐഫോണിലൊക്കെ ഇപ്പോൾ ഒരു സിരിയുടെ ഒരു ആപ്പ് ഇതിൽ വന്നിട്ടുണ്ട്, ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് പറഞ്ഞിട്ട്. അതിൽ ജസ്റ്റ് നമ്മളിങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ജസ്റ്റ് നമ്മളൊന്ന് എഡിറ്റ് പോയിട്ട് ഈ ക്ലീനപ്പ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിത് ഞാൻ ഇവിടെ എന്നെ തന്നെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ആവും. പക്ഷേ പക്ക നീറ്റായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അത് കണ്ട ആകെ അളിപൊളിയായി. പക്ക നീറ്റായിട്ടൊന്നും കിട്ടില്ല. നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ലൈറ്റ് റൂം. ലൈറ്റ് റൂമിൻ്റെ ഒക്കെ ഹീലിംഗ് പറഞ്ഞാൽ പക്ക പറഞ്ഞാൽ പക്കേന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേരിന് ഓരോന്ന് ഇടണേ. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു മാജിക് ഇറേസർ. അപ്പോൾ നമുക്ക് ഇനി ഞാൻ നേരത്തെ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതവിടെ അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇമേജ് ഇവിടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ ഇറേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏതാ ബെറ്റർ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാജിക് ഇറേസർ കൊടുത്തു. ഏതാ ബെറ്റർ നമുക്കിപ്പോൾ കാണാം. മിക്കവാറും രണ്ടും കണക്കാവാനാണ് ചാൻസ്. ഓക്കെ, ഇതെന്താ വണ്ടി. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാട്ടിലും എത്രയോ മെച്ചമുണ്ട്. കാരണം ഏകദേശം കുറച്ച് പക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാറിൻ്റെ ബാക്കൊക്കെ ഏകദേശം പക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടോ തന്നെയാവും. അപ്പോൾ ഈ നമുക്ക് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയൊരു നമുക്ക് എന്തെങ്കിലുമൊക്കെ വല്ല ഇപ്പോൾ പോണ വഴിയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വല്ല പട്ടിയോ പൂച്ചയോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല കുറച്ച് ചപ്പും ചവറൊക്കെ അടിയിൽ കിടക്കണമെങ്കിൽ അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാറിൻ്റെ ഒറ്റ കാറിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ സൈഡിൽ വല്ല വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ വല്ല വേസ്റ്റ് അല്ലെങ്കിൽ വേറൊരാൾ വന്ന് കയറി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കളയാൻ പറ്റും ഈ ഇത് വെച്ചിട്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഇതിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് ഇത്രക്കും ഒരു ഇതായിട്ട് തോന്നിയത്. പക്ഷേ എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു കാറൊക്കെ കറക്റ്റായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതേ ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഹീൽ ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മാജിക് ഇറേസർ എന്നുള്ളത്. പിന്നെ അടുത്ത ഓപ്ഷനാണ് എൻഹാൻസ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു എൻഹാൻസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഫോട്ടോ നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലോഡിങ് ഉണ്ടാവും ചെറുതായിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോ ലോഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇതിൽ എൻഹാൻസിൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഓരോ ഓപ്ഷൻസിൻ്റെ അവിടെ മേലെ VIP എന്ന് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം എടുത്താലുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതേ ഈ ഒരു VIP എന്നുള്ളത് ഇവിടെ ഒരു എൻഹാൻസിൻ്റെ ഓപ്ഷൻ്റെ മുകളിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ പ്രീമിയം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ അതൊരു എൻഹാൻസ് ഇമേജ് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ. ഞാൻ ഈ എൻഹാൻസ് ടാപ്പ് ചെയ്യുമ്പോൾ കണ്ട ഒരു എയർ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് ഫോട്ടോ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടോ പ്രീമിയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എൻഹാൻസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പ്രീമിയം കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നല്ല എമൗണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. പിന്നെ അതല്ല ഡോളറിൻ്റെ കണക്കാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ എൻഹാൻസ് എന്നുള്ള ഇതിൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. സാധനം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഉണ്ടാവും. നല്ല വൃത്തിക്ക് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂല നമുക്ക്, കാരണം അത് പ്രീമിയമാണ്. പക്ഷേ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ് അതുപോലെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഫോട്ടോ എൻഹാൻസ് ചെയ്യാനുള്ളത്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തതാണ്. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഫ്രീ ആയിട്ട് ഫോട്ടോ എൻഹാൻസ് ചെയ്യുന്ന 2 ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ബാക്ക് അടിക്കണം, കാരണം അത് നമുക്ക് പ്രീമിയം എടുക്കണം. പിന്നെ അടുത്തതാണ് AI എക്സ്പാൻഡ് എന്നുള്ളത്. ഈ ഒരു AI എക്സ്പാൻഡിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പേര് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു AI എക്സ്പാൻഡ് പറയുന്നത് അത്രക്കും പക്ക ഒറിജിനാലിറ്റിയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് അവിടെ AI എക്സ്പാൻഡ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക. അടിയിൽ നിങ്ങൾക്ക് അതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തെ ചേഞ്ച് ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യാണ് നല്ലത്. കാരണം അത് സെലക്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് നമുക്ക് വേണ്ട ഫ്രെയിമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ കാണിച്ചു തരും പ്രീസെറ്റ് പോലെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇനി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ് സൈസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇനി സ്റ്റോറി ആണെങ്കിൽ 9:16 സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു ലെവലിലേക്കാണ് ഈ ഒരു ഫോട്ടോ ഞാനിവിടെ വെക്കുന്നത്. എന്നിട്ട് അടിയത്തെ ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോംപ്റ്റും ഇല്ലാതെ ജസ്റ്റ് അത് ഓട്ടോമാറ്റിക്കലി തരുന്ന പോലെ മതി എന്നുണ്ടെങ്കിൽ ജനറേറ്ററിന് കൊടുത്താൽ എക്സ്പാൻഡിങ് അവിടെ സ്റ്റാർട്ട് ആവും. അപ്പോൾ കണ്ടപ്പോൾ ഒരു എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പക്ക റിയാലിറ്റിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. കണ്ടോ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതാ വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അപ്ലൈ കൊടുത്തു. അപ്പോൾ അത് സാധനമാണ് വന്നു എക്സ്പാൻഡ്. ഇതിൻ്റെ എക്സ്പാൻഡർ അത്രക്കും പക്കയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പാൻഡിന് നമുക്ക് പ്രീമിയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. പിന്നെ അടുത്തത് ബിസിനസ്സാണ്. ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ക്യാൻവ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ പോസ്റ്ററിൻ്റെ ഒക്കെ അതേമാതിരിയുള്ള കുറച്ച് പോസ്റ്റേഴ്സിൻ്റെ കുറച്ച് ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പോസ്റ്ററോ അല്ല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മേലത്തെ ഓപ്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇത് പറയുന്നത് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ സ്റ്റാർട്ട് എഡിറ്റിംഗ് എന്നുള്ളത്. പിന്നെ അടിയിലുള്ളത് ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ പ്രീക്വൽ ആപ്ലിക്കേഷൻ ഈ കാര്യം ഉണ്ടാവും. ഇതേപോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് പ്രീക്വൽ എന്നുള്ളത്. അപ്പോൾ അതേപോലത്തെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് എല്ലാ പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ടെംപ്ലേറ്റ്സ് ഉള്ളത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് ജസ്റ്റ് 1 ടൈപ്പിൽ ഇതേപോലത്തെ എഡിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഈ ഒരു ഐസ്തെറ്റിക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഉപകാരം ഉണ്ടാവുന്ന ഒരു ഓപ്ഷനാണിത്. ജസ്റ്റ് അതിന്നൊരു ടെംപ്ലേറ്റ് എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടുള്ളൊരു ഫോട്ടോ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ യൂസ് ടെംപ്ലേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ജസ്റ്റ് അതിലേക്കൊന്ന് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടത് അപ്ലൈ അത് അപ്ലൈ ചെയ്തതിന് പിന്നെ അടിയിൽ ഒരു ബാഡെണ്ണം കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടുള്ളത് ഏതാ വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അത് അതിലേക്ക് വരും. കാരണം നോർമൽ ഫോട്ടോക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്തണ്ടാവില്ല. നിങ്ങളൊരു ഐസ്തെറ്റിക് ടൈപ്പ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഐസ്തെറ്റിക് ഫോട്ടോ ലവേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളാണിത്. ഓക്കെ, അതാണ് ടെംപ്ലേറ്റ് എന്നുള്ളത്. പിന്നെ അടുത്തതാണ് ഫിൽറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ക്യാപ്കട്ടിലേക്ക് ഒരുപാട് സിനിമാറ്റിക് ടൈപ്പ് ആയിട്ടുള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതേപോലത്തെ ഒരുപാട് ഫിൽറ്റേഴ്സ് ഇതിലും ഉണ്ട്. ഇപ്പോൾ അതിലുണ്ട് ഓൾഡ് മണി ലുക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പോഷ്, ഫുജി, അങ്ങനെ ഒരുപാട് മോഡൽസ്. ഇപ്പോൾ ജസ്റ്റ് ഓൾഡ് മണി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഓൾഡ് മണി ലുക്കൊക്കെ മാറ്റാട്ടോ. ഒരുപാട് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഈ ഫിൽറ്റേഴ്സ് ഒന്നും VIP അല്ല, ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ? ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ കാര്യങ്ങൾ അതിലേക്ക് റീടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. റീടച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫേസ്, മേക്കപ്പ്, ടച്ചപ്പ്, അങ്ങനെ ഒരുപാട് ഫേസിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കിൻ ടൂണും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ക്യാപ്കട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഓപ്ഷൻസുകളൊക്കെ. അതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഫോട്ടോ സെക്ഷനിലേക്കും അവർ ആ ഒരു ഓപ്ഷൻസ് കൊടുന്നിരിക്കുകയാണിത്. റീടച്ച്, പ്ലംബ്, ഇതൊക്കെ ഗേൾസിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഭാഗം അതിലുണ്ട്. പിന്നെ അടിയിൽ ഫിൽറ്റർ ഞാൻ പറഞ്ഞു. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നോർമലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസിലാണ്. അതിൻ്റെ എക്സ്പോഷർ, ബ്ലർ,
സാച്ചുറേഷൻ, വൈബ്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് VIP കാണാൻ നിങ്ങൾക്ക് മേലെ കണ്ടോ. പിന്നെ അതിനപ്പുറത്ത് എഫക്റ്റുകളാണ്. എഫക്റ്റ് മീൻസ് ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അടുത്ത് ഞാനൊരു ഗോകർണെ ട്രിപ്പ് പോയപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റോറി ആയിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഉണ്ടായി ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഈ ഒരു സാധനം ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈപ്പിക്കത്തെ ഈ ഒരു എഫക്റ്റത്തെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക ഏതാണെന്ന്. ഇതിലുണ്ട് സാധനം. ഓക്കെ, അപ്പോൾ ഈ ഒരു എഫക്റ്റിൽ തന്നെ നമുക്ക് മേലെ കാണാം ബേസിക്, ബ്ലർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഓരോന്നായിട്ട് നോക്കി നോക്കുക. പിന്നെ നമുക്ക് AI വെച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നമുക്ക് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് കാണാം വീഡിയോ ഗെയിം ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ GTA 5 ഒക്കെ ഉണ്ടല്ലോ അതേ ഒരു ലുക്കിലേക്ക് നമുക്ക് ഈ ഫോട്ടോത്തിനെ കിട്ടും. പക്ഷേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഷാറുഖ് ഖാൻ്റെ പോലെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കൊരു GTA അതേമാതിരി ഗെയിമിങ്ങിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പിലേക്കുള്ള ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റോറീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക. അതിന് ഒരുപാട് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം മൊത്തം അത് മരിക്കേണ്ടത്. അത്രക്കും ഫിൽറ്റേഴ്സും അതുപോലെ അത്രക്കും ഫോട്ടോ എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് സംഭവം. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പെട്ടെന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഫിൽറ്റേഴ്സുകളുണ്ട്. അതുപോലെ ടെംപ്ലേറ്റ്സ്. പിന്നെ അതല്ല നിങ്ങൾക്ക് ഫോട്ടോയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറേസ് ചെയ്യുക. എൻഹാൻസിൻ്റെ കാര്യം പറഞ്ഞു. എൻഹാൻസ് ചെയ്യാൻ ഇതിൽ പ്രീമിയം എടുക്കണം. നിങ്ങൾക്ക് ബാച്ചായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യുക. കൊളാഷ് ആക്കിയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പറയുന്നത് AI എക്സ്പാൻഡാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ബിസിനസ് പറയുമ്പോൾ ബിസിനസ് പരമായിട്ടുള്ള നിങ്ങൾക്ക് വല്ല പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ വല്ല ബ്രൗഷറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഹൈപ്പിക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് എങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.